ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പാചക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചോറിനുള്ള ഒരു ചെറിയൊരു ഡിഷാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു കറികളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതും, അതുപോലെ തന്നെ ഗസ്റ്റിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സ്റ്റാർ ആവാനും പറ്റിയ ഒരു ചെറിയ ഒരു മെഴുക്ക് വരട്ടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയുടെ പകുതി, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ 2 പച്ചമുളക്. പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എടുക്കാം, എരിവിന് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ചെറിയ അല്പം തേങ്ങ, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. അത് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഞാൻ മെഴുക്ക് വരട്ടിക്കൊക്കെ അത്യാവശ്യത്തിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ സാധാ പോലെ കടുക് തളിക്കുന്നത് പോലെ കടുക് തളിച്ച ശേഷം വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിലേക്ക് ഞാൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഇത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സവാളയും പിന്നെ കറിവേപ്പില, തക്കാളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഇതിലൊന്നും നമുക്ക് കണക്കൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഉള്ളത് കാരണം ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന് കടുക് ഇട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവർ ഇരിക്കുന്ന സമയത്ത് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കടുക് കുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം സവാള ഇട്ടൊന്ന് അല്പം ഒന്ന് വഴറ്റിയെടുക്കും. സവാളയും പച്ചമുളകും ഒരുപോലെ അങ്ങ് ഇടാൻ കേട്ടോ, കുഴപ്പമില്ല. രണ്ടും കൂടി ചേർത്ത് നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് അതിൽ കൂടെ തന്നെ ചേർത്ത് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അല്ല, ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുത്താൽ. സവാള എത്രയാണോ എടുക്കണം അതിൻ്റെ നേരെ പകുതി ആയിരിക്കണം തക്കാളി എന്നുള്ളതിൻ്റെ ഒറ്റ ഒരിതേ ഉള്ളൂ. ഇരി ആവശ്യമുള്ളത് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് പറയുകയും വേണേ. ചിലപ്പോൾ ചിലർ ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മളെ ഭൂകൂട്ടം വന്ന് പാചകം കാണാനായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ട, ഭൂകൂട്ടൻ്റെ പാചകം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാടി കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ പുറം അത്രയും മുറിയണേണ്. അത് അവനറിയില്ലല്ലോ, സ്നേഹം കൊണ്ട് കയറി വരുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഈ തക്കാളി ഇട്ടു. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല മണമാണ്. തേങ്ങയും കൂടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൂപ്പർ മണമാണ്. കറിവേപ്പിലയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും. കാര്യം എന്തിനും കറിവേപ്പില ഒരുപാട് ചെറുപ്പം. ഞാനും അങ്ങനെയാണ്. അതൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരല്പം കൂട്ടി കൊടുക്കും.
ചെറിയ ചെറിയ പൊടിക്കൈകളുള്ള ഓരോ വീഡിയോകൾ ഇനി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റിയൊരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കൾ വരുമ്പോഴത്തേക്ക് കറികളൊന്നും അതാ വീട്ടിലുള്ളപ്പോഴോ അല്ലാത്തപ്പോഴോ കറികളൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കതാ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് സൂപ്പർ. തേങ്ങയും കൂടി ഇടുമ്പോൾ ഒരു നല്ല ഒരു മണമുണ്ട്. ചോറ് കഴിക്കാൻ ബെസ്റ്റ് സാധനം. ഇതിൽ ഉണക്ക മീൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ട് നമുക്ക് ചോറിന് കഴിക്കുമ്പോൾ ഉണക്ക മീനും കൂടെ ആയി ഇതും കൂടെ ആയി കഴിഞ്ഞാൽ ഓക്കെ. മീൻ പൊരിച്ചതോ ഉണക്ക മീൻ പൊരിച്ചതോ ഒക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതാ പരിപാടി കഴിഞ്ഞു. ഇത്ര തന്നെ കാര്യം. എല്ലാം സൂപ്പർ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് എല്ലാം റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഈ ചെയ്ത രീതിയിൽ തന്നെ ചെയ്ത് ആദ്യമേ തക്കാളിയൊന്നും എടുത്തിടേണ്ട. സവാളയും പച്ചമുളകൊക്കെ ചേർത്ത ശേഷം തേങ്ങ ഇടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ തക്കാളി ഇട്ട് കൊടുത്താൽ അത്ര ഇതിന് ആവശ്യമുള്ളൂ. ഒരു അല്പ കരിമുര എന്നുള്ള രീതിയിലും കൂടെ ആവേണ്ടതുണ്ട്. ഓക്കെ.